ഹലോ ഹലോ ഗംഗേട്ടത്തിയല്ലേ? ഏട്ടത്തി ഇന്ന് ഗംഗയിൽ നടക്കത്തില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എല്ലാം കുളമായിരിക്കുക. അച്ഛന്റെ ചിതാഭസ്മേ കാണാനില്ല. ഇന്ന് ഒഴുക്കാൻ കൊണ്ടുപോണ പരിപാടി അങ്ങ് വെച്ചരേ, നടക്കത്തില്ല. എന്തോന്ന് ചെയ്യാൻ? ഇത് എവിടെ കൊണ്ട് വെച്ചെന്ന് ആർക്കറിയാം? ഈ ചിതാഭസ്മം ചടങ്ങ് കഴിഞ്ഞ ആൾക്കാരും വരുന്നു. ഹലോ, ഓ ഞാൻ വരാം, ഞാൻ തന്നെ വരാന്ന്. എനിക്കിന്ന് വേറൊരു ഓട്ടം ഉണ്ടെന്ന്. ഞാൻ മാത്രമേ ഉള്ള ഡ്രൈവർ. ഓട്ടങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആര്? പൂവച്ചൽ സുനി. നിങ്ങൾ പൂവയ്ക്കേ കാവയ്ക്കേ മരം ഒടിച്ച് തറയിലിടേ ചെയ്യാം, അതിന് എനിക്കെന്ത്? അതല്ല, ഞാൻ ഇവിടെ പുതിയ ഡ്രൈവർ, നിങ്ങളെ ഓട്ടത്തിന് വന്നതാണ്. ഓട്ടത്തിന് വന്നതാണല്ലേ? ഹീസ് മിസ്സിംഗ്. ഞെട്ടിയില്ലേ? ഞെട്ടിയതല്ല, പിന്നെ പറഞ്ഞത് മനസ്സിലായില്ല. അതെ, അച്ഛന്റെ ചിതാഭസ്മം കാണാനില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? പോക്ക് നടക്കത്തില്ല. ഇരുന്നിരുന്നൊരു ഓട്ടം കിട്ടിയതാണ്, അതും ഇനിയിപ്പോ എന്തോ ചെയ്യും? നിങ്ങൾക്കിപ്പോ കാര്യം മനസ്സിലായി, സ്വന്തക്കാർക്ക് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. പക്ഷെ എന്റെ അച്ഛന്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു മാമനുണ്ട്, റിട്ടയർഡ് SI രംഗം മാമൻ. മാമൻ വരുമ്പോ ഞാൻ എന്തോ പറയും? മാമനെ കാണുന്നതിന് എനിക്ക് പേടിയാ. എടാ റിട്ടയർഡ് SI, നീ എന്തിനാ പേടിക്കുന്ന? പോവാൻ പറയടാ. അങ്ങനെ എനിക്ക് പേടിയാ. നമ്മുടെ രവി സാറേ, നമ്മുടെ വേണു സാറില്ലേ, വേണു സാറ് മരിച്ചതിന്റെ 16 ചടങ്ങാണ് ഇവിടെ ഇന്ന്. അപ്പോ അതിന്റെ ഈ സഞ്ചയനമായിട്ട് നമ്മൾ ഈ അസ്ഥി ഗംഗയിൽ കൊണ്ടൊഴുക്കാനാ പ്ലാന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി സാർ, അങ്ങനെ ചെയ്യാം സാർ. DGP എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരാളിന്റെ 16 ചടങ്ങിന് നിക്കണം എന്ന് പറഞ്ഞപ്പം പറയുക ഇഡ്ഡലി സാമ്പാറും പൊതിഞ്ഞെടുക്കണേ. ഇങ്ങനെ ഉണ്ടാ കൊതി ഭഗവാനെ, ഒരു മനുഷ്യത്. എങ്ങനെ പോണ്ടാ മോനെ? അങ്ങനെ പോണു മാമ. അങ്ങനെ അങ്ങ് പോയാ വിസ്താരെ പോയി ഇടിക്കും. ആരാ മനസ്സിലായില്ല? ഞാൻ പുതിയ ഡ്രൈവർ. അതിന് വലിച്ചോളി കളഞ്ഞ പുതിയ ഡ്രൈവർ അല്ലേ, സ്റ്റിക്കർ പൊട്ടിച്ച് കളഞ്ഞതാ. പറയടാ, വണ്ടിയൊക്കെ എങ്ങനെയാ? കണ്ടീഷനാണോ? പിന്നെ അടിപൊളി വണ്ടിയാണ്. പുക ചെക്ക് ചെയ്തോ? എന്തു പറയുന്നു? പുക എന്തോന്ന് പറയും? അതല്ല എടാ, പൊല്യൂഷനും 4 ടയറും ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞാൽ കമ്പനി ഇതുവരെ ടയർ ഇറക്കിയിട്ടില്ല. SRCന്റെ ടയറാണ് ഇപ്പൊ കിടക്കുന്നത്. അതല്ല, 4 ടയറും 4 വഴിക്കൊന്നും ഓടൂല്ലോ, കറക്റ്റ് പോകൂലേ? അങ്ങനെ ഉണ്ടാവണം. പോടാ നമുക്കെന്നാ. മാമ അതെ, കടിച്ചു പിടിക്കുന്നേ. ഒരു ചെറിയ വിഷയമുണ്ട് മാമ. അച്ഛന്റെ അത് കാണാനില്ല. ഞാന് അന്ന് ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഈ സെൻട്രലിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, വേണു സാറിനെ ഇനി ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം 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 എന്ന് വിളിച്ചു. അപ്പോഴും നീ അവിടെ നിന്ന് എനിക്ക് കാണണ്ടേ എന്ന് ഓവർ ആക്ഷൻ ആയിരുന്നു. ഇപ്പൊ അത് കാണണം ഇത് കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കാനാടാ? കാണിക്കാൻ അല്ല, പുള്ളി പറഞ്ഞ സാറിന് മനസ്സിലായില്ല. ഇല്ല, പുള്ളിയുടെ അച്ഛന്റെ കാണുന്നില്ല. നീ കലാമണ്ഡലത്തിലെ ഡ്രൈവർ ആയിരുന്നാടാ. നീ ആക്ഷൻ ഇട്ട് പറയുന്നു. ഇത് എന്താ സംഭവം എന്താന്ന് പറ. സത്യം ഞാൻ പറയാം മാമ, അച്ഛന്റെ ചിതാഭസ്മം കാണാനില്ല. ഇതെന്തോ നിങ്ങൾ ഈ പറയുന്നേ? ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ചിതാഭസ്മം കാണാനില്ലെന്നാ? ഇത് ആര് കണ്ടുപിടിക്കാനാണ്? ഇത് അല്ല, സാർ പോലീസിന്റെ മറ്റേതല്ലേ? മറ്റേതാ? അല്ല, ഹൈറേഞ്ച് അല്ലേ? ഹൈറേഞ്ചാ? അത് കേസ് കണ്ടുപിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ. ക്രൈം ബ്രാഞ്ചിൽ 4 കൊല്ലം ഉണ്ടായിരുന്നടാ. അപ്പൊ സാറ് തന്നെ ഇതൊന്ന് കണ്ടുപിടിച്ച് തരണം. നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടാടാ? എനിക്ക് പറ്റിയ സാവിത്രി ചിറ്റ സംശയമുണ്ട് മാമ. അതെന്താ സംശയിക്കാൻ കാരണം? അച്ഛനായിട്ട് ഈ സാവിത്രി ചിറ്റയ്ക്ക് ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ മാമ. സാവിത്രി എന്ന് പറയുന്നത് നമ്മുടെ പട്ടുസാരി ഉടുത്ത് ഭയങ്കര ബഹളത്തിൽ നടക്കുന്ന ഒരു കുട്ടിയാണോ? തന്നെടാ. ജീവിച്ചിരുന്ന സമയത്ത് വേണു സാറിനെ ഇവർ ഒരുപാട് പ്രാവശ്യം ശല്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഇവർ ഇറങ്ങി ഓടുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അസ്ഥി ഇത് കുടത്തിലാക്കി ഇവർക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ വികാരങ്ങളല്ലേ? അത് മാത്രമല്ല മാമ, എന്താ ഈ സാവിത്രി ചിറ്റയെ അച്ഛനും തമ്മിലുള്ള ബന്ധം തുടരുന്ന് പറയാൻ വേണ്ടി സാവിത്രി ചിറ്റയുടെ ഭർത്താവ് പുരുഷമാമ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞ് ഈ ബന്ധം തുടരരുതെന്ന്. എന്നിട്ട് സാവിത്രി ചിറ്റ അച്ഛനും ആ ബന്ധം തുടർന്നു മാമ. ഈ സാവിത്രിയെയും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം പറ്റില്ല എന്ന് പറയാൻ വേണ്ടി വന്ന ആളുടെ പേരാരാടാ? പുരുഷൻ. എന്തിനാണ് എന്തോ യവന് പുരുഷൻ എന്ന് പേരിടുന്നത്? ഇവനൊക്കെ പുരുഷനൊക്കെ ആരുടെ പേരിടുന്നത്? എനിക്ക് ഈ പുരുഷമാമനെ ചെറുതായിട്ട് പേടിയുണ്ട്. കാരണം ഈ പുരുഷമാമ ഇവിടെ വന്നപ്പോ പറഞ്ഞായിരുന്നു അച്ഛന്റെ അടുത്ത്, നീ ചത്താലും നിന്റെ പൊടി പോലും വെച്ചേക്കത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞു? പുരുഷന്റെ നമ്പർ പറയടാ, ഞാൻ വിളിക്കാം. 70 34 91 43 74. സ്പീഡിലുള്ള പറച്ചില് കേട്ടാ തോന്നൂടാ അച്ഛന്റെ അസ്ഥിക്കൂടെ നീ എടുത്ത് കൊടുത്തു വിട്ട കണക്ക്. ഹലോ, പുരുഷല്ലേ? നമ്മുടെ വേണു സാറിന്റെ അസ്ഥിക്കുടമില്ലേ?
കുടുംബത്തെ അത് എടുത്തോണ്ട് പോയായിരുന്നോ? വേണു സാറിന്റെ കുടമില്ലേ കുടം, വേണു സാറിന്റെ കുടമില്ലേ കുടം, ഇവൻ എപ്പോഴും ഇതേ ഉള്ളായിരുന്നു. ഇത് കുടം എന്ന് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? ആള് വേറൊരു തിരക്കിൽ നിൽക്കുക, റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, കട്ടായി. ഒരു കാര്യം ഞാൻ ചെയ്യുമോ? എന്റെ അച്ഛൻ ഒരു പോലീസുകാരനല്ലേ? അച്ഛന്റെ ചെറിയ ഒരു കഴിവൊക്കെ എനിക്കുണ്ട്. ഞാനും SI ടെസ്റ്റ് എടുത്തിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് വാ. ഈ നിയമം വെച്ച് നോക്കുവാണെങ്കിൽ നിന്റെ സുപ്പീരിയർ ഓഫീസറാണ് ഞാൻ. അപ്പൊ ഒരാളുടെ മുമ്പ് വെച്ചാണ് ഇത് പറയേണ്ടത്. മാറ്റി അതിൻ്റെതായ ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുമ്പ് വെച്ച് പറയണം. കാണാതെ അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ഇവിടെ പോയത് കുടമാണല്ലോ, അപ്പൊ നമുക്ക് കുന്തത്തിൽ തപ്പിയാലോ? എന്താ പുള്ളി പറഞ്ഞത്? കുന്തം വെച്ചുള്ള കളിയാണ്. കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ട് 16 ആയുള്ളൂ, പ്രജ്ഞ കിട്ടിയിട്ടില്ല. അമ്മ അത് മാത്രമല്ല, ഇപ്പൊ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാലേ കുടുംബത്തിന് ദോഷം ഉണ്ടാവും മാമ. ദോഷം വരാൻ സാധ്യത ഉണ്ട്. എന്റെ കയ്യിൽ ഒരു ജോത്സ്യനുണ്ട്. നല്ല ജോത്സ്യനാണ്. ജോത്സ്യം വല്ലതും പറയൂ. പൈസ കൊടുത്തില്ലെങ്കിൽ പച്ചയ്ക്ക് പറയും. അല്ല, അങ്ങനെയാണെങ്കിലേ എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്. എന്താണ്? എന്റെ മാമനും മാമിയും മുഖത്തോട് മുഖം കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പുമാണ്. അതൊക്കെ നീ എന്റെ അടുത്ത് പറയണ എന്തിനാ? വാവാ സുരേഷിനെ വിളിച്ച് പറ. ഇയാളാകുമ്പോഴേ ഈ കീരിയും പാമ്പിനെയും കൂടെ എടുത്ത് ഒരു കൂട്ടിലാക്കി നേരെ കാട്ടിക്കൊണ്ട് കളയും. ഇതൊക്കെ നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യം തോന്നുന്നു. അതല്ല മാമ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിതാഭസ്മം കണ്ടില്ല എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ സൊസൈറ്റിയിൽ എന്ത് പറയും? ആദ്യം നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണ എടുക്കണം. എന്നിട്ട് 1 ലിറ്ററോ 2 ലിറ്ററോ നമുക്ക് ചോദിക്കാം. ഒരു അണ്ടാവ് ചോദിച്ചാൽ സൊസൈറ്റി അല്ല. എന്തോന്ന്? അല്ല, സൊസൈറ്റി പോയി എന്ത് പറയുന്നു? അതല്ലോ മാമ, ഇത് കാണാനില്ലെന്ന് പറഞ്ഞാ സമൂഹം എന്ത് പാടും? സമൂഹത്തിൽ നല്ലൊരു പാട്ടില്ലേ? തൂമഞ്ഞിൽ നെഞ്ചിലുറങ്ങും മുന്നാഴിക്കടല. മിസ്റ്റർ ഡ്രൈവർ, ഞാൻ ഊണ് കഴിച്ച ശേഷം എന്നെ വന്നൊന്ന് കാണണം കേട്ടോ. എന്തിനാ? എച്ചി കൈ കടിച്ചാലേ ഈ പാട്ടൊക്കെ മുന്നാഴി കടലേ. കടലല്ലടാ, ബിസ്ക്കറ്റ്. ഹലോ, ഇവിടെ ഉണ്ടെന്നാ? ഇവിടെ വീട്ടിലാ? ശരി മാമ, ചിതാഭസ്മം എവിടെയും പോയിട്ടില്ല. ഇവിടെ ഉണ്ടെന്ന് നമ്മളെ സുരേഷ് വിളിച്ചു പറഞ്ഞു. എവിടെ ഉണ്ടെന്ന്? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എവിടെടാ? സുരേഷിന്റെ കൊച്ചേ കൊട എടുത്ത് ഈ കിളിക്കൂട്ടിൽ വെച്ച് മാമ. ഇനി ഇതിനകത്ത് എന്റെ അച്ഛൻ ഉണ്ടാകുന്നോ? എന്റെ അച്ഛൻ ഇവിടെ. അയ്യോ അയ്യോ മാമ, എല്ലാം കിളി തിന്നു മാമ. ഒന്നുമില്ല മാമ, ഒന്നുമില്ല. ദൈവമേ, ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ സല്യൂട്ട് അടിച്ച ഒരു വ്യക്തിയാണ് കിളി തിന്നു വെച്ചേക്കുന്നേ. എന്തിനാ സ്വരാക്ഷരങ്ങൾ വെച്ച് കരയുന്ന? കണ്ടുപിടിക്കാന്ന്. എങ്ങനെ കണ്ടുപിടിക്കുന്നില്ല എന്റെ അച്ഛൻ ആരാണെന്ന്? എനിക്കറിയാം, ഞാൻ കണ്ടുപിടിച്ച്. അതായത് ഇതിനകത്ത് ഒരു കിളി കുളിച്ചോണ്ടിരിക്കുന്നില്ലേ? അപ്പൊ അവന്റെ മേളിൽ ഇരുന്ന് കണ്ട് നോക്കുന്ന കിളിയില്ലേ, അതാണ് അവന്റെ അച്ഛൻ. അതെങ്ങനെ നിനക്കറിയാം? അവന്റെ അച്ഛൻ എപ്പോഴും കുളിക്കളവിലാണെന്ന്. ആണല്ലേ? അയ്യോ, ഏതെങ്കിലും കിളി ഒന്ന് വാ തുറന്ന് പറ എന്റെ അച്ഛൻ ആരാണെന്ന്. കിളി എങ്ങനെയാ വാ തുറന്ന് സംസാരിക്കുന്നത്? അയ്യോ, കിളി സംസാരിക്കുമെന്ന്. കിളിക്ക് വെമ്പായം കൊടുത്താ മതി. തലസ്ഥാന നഗരിയാണ് വെമ്പായം എന്ന് പറയുന്ന സ്ഥലം. ഒരു കൊച്ചു കിളിക്കെഴുതി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. അതല്ല, ഈ കൊച്ചുങ്ങൾ സംസാരിക്കുമ്പോൾ ഉരച്ചു കൊടുക്കൂല സാധനം. ഇടാ ഭയപ്പല്ലേടാ കാല. അതെ, നിനക്ക് എന്റെ കൊച്ചിനെ കണ്ടുപിടിച്ചോ? നീ കിടന്ന് കരയേണ്ട, പ്രശ്നം പരിഹരിക്കാം. അമ്മയുടെ ഫോട്ടോ വല്ലോ ഇരിപ്പുണ്ടാണ്. ഫോട്ടോ ഫോട്ടോ സ്നേഹമുള്ള മകനാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ചില കേസുകളിൽ മാത്രമേ ഇത് ഞാൻ ചെയ്യാറുള്ളൂ. ഒരു കിളി വാലും ചുരുട്ടി ഓടണ കണ്ടാടാ, അങ്ങോട്ട് ഓടണ കണ്ടാടാ. അതാണ് നിന്റെ അച്ഛൻ. അതൊക്കെ മനസ്സിലായി. എടാ, നിന്റെ അമ്മേരെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ വാലും പൊക്കി ഓടണമെങ്കിൽ അത് നിന്റെ അച്ഛൻ. എനിക്ക് എന്റെ അച്ഛനെ അത് ഉറപ്പാണ്. എനിക്ക് എന്റെ അച്ഛനെ കണ്ടുപിടിച്ചതാ. കണ്ടുപിടിച്ചതാന്ന് ഇതും പറഞ്ഞിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്. നിന്റെ അച്ഛന് ഇഷ്ടമുള്ള എന്തെങ്കിലും ചേഷ്ടകൾ നീ കാണിക്ക്. അപ്പോഴറിയാലോ ആ കിളികൾ ശ്രദ്ധിക്കും. അച്ഛന് ഇഷ്ടമുള്ളന്ന് പറഞ്ഞാൽ ഞാൻ കവിത പാടും. എന്നാ അച്ഛന് ഇഷ്ടമുള്ള ഒരു കവിത പാടാ. ഇവിടെ അച്ഛൻ അറിയാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പാട്. എന്റെ അച്ഛൻ പാടേ. പാടടാ.
ഇടയ്ക്കിടയ്ക്ക് കടക്കൽ പോകും മണുക്കും മാമന്റെ മോനെ, നിന്റെ കാലിന്റെ മുട്ടിൽ ചിരട്ടയുണ്ടെങ്കിൽ എനിക്ക് എന്താടാ ഖേദം, വഴങ്ങി നിൽക്കും വഴമ്പ് തത്ത വഴമ്പ് തിന്നുന്നതെന്തേ, ഇടയ്ക്കിടയ്ക്ക് കടക്കൽ പോകും മണുക്കും മാമന്റെ മോനെ, മണുക്കും മാമന്റെ മോനെ. ഈ കവിത ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ അച്ഛൻ്റെ ഹെഡ്സെറ്റിൽ വെച്ച് കൊടുപ്പിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, വിഷം കൊടുത്ത് കൊല്ലുന്ന കണ്ടിട്ടുണ്ട്. ഇതിപ്പോ കവിത കേൾപ്പിച്ച് കൊല്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സെക്ഷനിൽ പെടുത്തും നമ്മൾ? ഈ കവിതേ ഇവിടെ ഉണ്ടായിരുന്നെ ഞാൻ വരത്തില്ലായിരുന്നു വണ്ടിയും കൊണ്ട്. എനിക്ക് ഇൻഷുറൻസ് ഇല്ല. മാമ, ഇത്രയും നല്ല കവിത ഞാൻ പാടിയിട്ട് ഈ സമൂഹം എനിക്കൊരു തൂലിക നാമം തന്നില്ല മാമ. നിനക്ക് ഞാൻ ഇന്നൊരു തൂലിക നാമം തരാം. പറ മാമ. തന്തേ കൊല്ലി. അല്ലാതെ അപ്പുറം എന്തോ പറയാൻ പറ്റുമോ നിനക്ക്? മാമ അങ്ങനെയൊന്നും പറയണ്ട. എന്ത്? പൃഥ്വിരാജിന്റെ ലൂസിഫർ ലീപ് കവിത വേണമെന്ന് പറഞ്ഞായിരുന്നു. ഓ, അതിലുണ്ട്. കാരണം എന്താണെന്നറിയാം, അതിലൊരു സീനിൽ ഒരു കാർ ബോംബ് വെച്ച് പൊട്ടിക്കുന്ന സീനുണ്ട്. ആ സീനിന് വേണ്ടിയിട്ടായിരിക്കും അതെന്തിനാ എന്റെ കവിത? നിന്റെ കവിത ആ കാറിൽ ഇട്ടാ മതി. മാമൻ പോ. ഇതിനകത്ത് ഏതാണ് എന്റെ അച്ഛനെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എല്ലാ കിളികളെ കൊണ്ട് ഗംഗയെ കൊണ്ടുവച്ച് അങ്ങ് ഒഴുക്കാം. ഓടാണെന്ന് എടാ, നിന്റെ അച്ഛന്റെ പേരിൽ ഈ പാവപ്പെട്ട കിളിയന്തിനാ ഗംഗ ഒഴുക്കുന്നത്? എടാ, ഗംഗ ഒഴുക്കാനുള്ളത് നിന്റെ ഈ ഉണക്ക കവിത ഈ കുടത്തിനകത്ത് കൊണ്ടുപോയി ഒഴുക്കണം. എക്സാക്ട്ലി.